നമസ്കാരം, ഞാൻ സുരേഷ്. മനോരമ ഓൺലൈൻ അവതരിപ്പിക്കുന്ന റോബോസ് പ്രോഗ്രാമിലേക്ക് എത്തിയിരിക്കുകയാണ്. യുണീക് വേൾഡ് റോബോട്ടിക്സ് ഇതിൻ്റെ മെയിൻ റോബോട്ട്സിനെ എല്ലാവരും ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. റോബോട്ട്സിനെ എല്ലാവരെയും എന്ന് പറയാൻ കാരണം ഒരു മനുഷ്യൻ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള മൃഗങ്ങൾ അതിൻ്റെയൊക്കെ ഒരു ഫീല് തന്നെയാണ് തരുന്നത്. അതിൻ്റെയൊക്കെ കുറേ പ്രോട്ടോടൈപ്പ് സ്റ്റേജിലുള്ള കുറേ റോബോട്ട്സ് ഉണ്ട്, അല്ലാതെ ഒരു ഫൈനൽ സ്റ്റേജിലുള്ളതുണ്ട്. ഇൻഡസ്ട്രിയൽ സ്റ്റേജിലുള്ള റോബോട്ടിക്സിനേക്കാൾ ഉപരി കുറച്ചുകൂടെ കമേഴ്ഷ്യൽ വീടുകളിലോട്ടുള്ള ഒരു സ്റ്റേജിലുള്ള സാധനങ്ങളാണ് കൂടുതലും. അല്ലാതെ വേറൊരു എക്സ്പീരിയൻസ് ഒരു പ്ലാനറ്റോറിയം എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് സംരംഭത്തിൽ. അതുകൂടാതെ റോബോ വോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സമ്പ്രദായമുണ്ട് ഇൻ്റർനാഷണലി നടക്കുന്നത്. അതിൻ്റെ ഒരു മിനിയേച്ചർ സ്കെയിലിൽ റോബോ വോറിൻ്റെ ഒരു സ്റ്റേജ് സെറ്റപ്പ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. യൂഷ്വലി നമ്മൾ കേരളം അല്ലെങ്കിൽ ഇവിടെ നമ്മളങ്ങനെ പെട്ടെന്ന് പരിചിതമായി കാണാൻ സാധ്യതയുള്ള കാര്യങ്ങളല്ല ഇതിനകത്ത് നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ പരിപാടികൾ വരുന്നതോറും നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് എത്രത്തോളമാണ് മുകളിലേക്ക് പോകുന്നതെന്നുള്ളതും വളരെ വ്യക്തമാകുന്നതാണ്. ദെൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അടുത്ത വർഷം എനിക്ക് ഇതിൽ നിന്ന് മികച്ച റോബോട്ട്സ് ആയിട്ട് ഇവിടെ വരാനായിട്ട് സാധിക്കും. നമ്മുടെ ഒരു റോബോട്ടിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇതിന് സ്പേസ് മാനേജ്മെൻറ്റ് ടെക്നോളജി എത്രത്തോളമാണ് അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്നും എത്ര ഹ്യൂമൻ ലൈഫ്സ് നമുക്ക് അതുകൂടി സേവ് ചെയ്യാം. ഞാനിപ്പോൾ റെഫർ ചെയ്തത് മാൻബോളിൽ ഇറങ്ങിയിട്ട് സ്കാൻ ചെയ്യുന്ന ആ ഒരു സമ്പ്രദായത്തെ പറ്റിയാണ്. അവരുടെ ആയുസ് എത്രത്തോളമാണ് അവർ കളയുന്നത്, അല്ലെങ്കിൽ ഈ മെഷീൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കൊണ്ട് അവരുടെയൊക്കെ ആയുസ് നമുക്ക് സംരക്ഷിക്കാം. എന്നാൽ അവരുടെ തൊഴിലവസരം നഷ്ടപ്പെടുത്താതെ തന്നെ ഈ റോബോട്ട്സിനെ ഓപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് അവരെ പ്ലേസ് ചെയ്യാം. അൺസ്കിൽഡ് ആയിട്ടുള്ള ലേബറിനെ സ്കിൽഡ് ആക്കി